പിള്ളേർ സ്കൂളിലും ഏട്ടനെ ജോലിക്കൊക്കെ വിട്ട ശേഷം ഞാൻ എന്താ അടുക്കളയൊക്കെ പൂട്ടി ബന്ധസ്സുമാക്കി ഒരിടം വരെ പോകാൻ കേട്ടോ. 2 ദിവസം മുന്നേ നമ്മൾ സ്വയം വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മളിതാ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു, നമുക്ക് തയ്പ്പിക്കണം. അപ്പോൾ തയ്ക്കാൻ വേണ്ടി കൊണ്ടു കൊടുക്കുമ്പോൾ ലൈനിങ് മേടിക്കണം, അതേപോലെ തന്നെ ലെഗിൻസ് മേടിക്കണം, ഷോള് മേടിക്കണം. അപ്പോൾ അതെല്ലാം മേടിക്കണം. പിന്നെ കുറേ സാധനങ്ങൾ നമുക്ക് വീട്ടിലേക്ക് മേടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ വീടൊക്കെ പൂട്ടി ബന്ധസ്സുമാക്കി നേരെ പോയത് പള്ളിക്കവലയിലുള്ള നമ്മുടെ വർണ്ണം ടെക്സ്റ്റൈൽസിലേക്കാണ്. അവിടെ നമുക്ക് പരിചയമുള്ള നമ്മുടെ ഒരു ചേച്ചിയുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ ആൻറ്റിയാണ് കേട്ടോ, എൻ്റെ ഷെറിക്കുട്ടിയുടെ ആൻറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഞാനൊരു ബ്ലാക്ക് ടോപ്പ് മേടിച്ചു കേട്ടോ, നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന. പക്ഷേ ലെഗിൻസ് എനിക്ക് വിചാരിച്ച പോലെ കിട്ടിയില്ല, ഞാൻ വിചാരിച്ച കളർ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ലെഗിൻസ് മേടിച്ചില്ല, ബാക്കി ഷോളും ഈ ടോപ്പും ലൈനിങ്ങും എല്ലാം എടുത്ത ശേഷം അവിടെ നിന്ന് ഇറങ്ങി തയ്ക്കാൻ കൊണ്ടേ കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ പോയത് ചിക്കൻ കടയിലേക്കാണ്. ചിക്കൻ അവിടെ നന്നാക്കാൻ വേണ്ടി കൊടുത്ത ശേഷം ഞാൻ നേരെ പോയത് ഫ്രൂട്ട്സ് മേടിക്കാനാണ്. കുറച്ച് ദിവസമായി ജോക്കുട്ടൻ പറയണു അമ്മ ബിരിയാണി ഉണ്ടാക്കി തരുമോ, അതേപോലെ ഈ ചിക്കു ഷേക്ക് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ. അപ്പോൾ അതിനുള്ള സാധനങ്ങളും പച്ചക്കറിയല്ലല്ലോ, ഫ്രൂട്ട്സ് ഒക്കെ അവിടെ നിന്ന് മേടിച്ചു, ചിക്കനൊക്കെ അവിടെ നിന്ന് മേടിച്ചു. പിന്നെ കൈ കഴിച്ചിട്ട് പടണ്ടായില്ല. ജേക്കപ്പേട്ടൻ്റെ കടറ വാതിക്ക് ബിരിയാണി അരി മേടിക്കാൻ വെച്ചപ്പോഴത്തേനും വാതിക്കലോട്ട് കിറ്റെല്ലാം ഞാനങ്ങ് വെച്ചു. കൈ ഒടിഞ്ഞു പോകുന്നു, ഭയങ്കര ചൂട്. പിന്നെ അവിടെ നിന്ന് ബിരിയാണി അരിയൊക്കെ മേടിച്ച് നേരെ വീട്ടിലെത്തിയ ശേഷം ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു. പാലെടുത്ത് നേരെ ഫ്രീസറിൽ വെച്ചു. നമുക്ക് ഷേക്ക് ഉണ്ടാക്കണമെങ്കിൽ പാൽ നല്ല കട്ടിയിൽ കിട്ടണമല്ലോ. ഇത് നമ്മുടെ ഗിരിജാമ്മയുടെ മീനാണ് കേട്ടോ. ഇത് ഗ്ലൂട്ടാത്തയോൺ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കൂലേ, നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാനത് ഡെയിലി ഒരേ ഗ്ലാസ് വെള്ളത്തിലിട്ട് കഴിക്കാറുണ്ട്, കൊള്ളാം, അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചിക്കൻ എല്ലാം എടുത്ത് നേരെ വെള്ളത്തിലേക്ക് ഇട്ടാണ്. ചൂടെടുത്തിട്ട് പാടില്ല, ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല, വെയിലത്ത് പണിയെടുക്കുന്നവർക്ക് സമ്മതിക്കണം കേട്ടോ. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ സർബത്ത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നാരങ്ങയും തണുത്ത വെള്ളവും സർബത്തും ഒക്കെ എടുത്തിട്ട് ഒരു നാരങ്ങ സർബത്ത് കലക്കി കുടിക്കുകയാണ്. അപ്പോൾ ചൂട് ഒരു രക്ഷയില്ലല്ലേ. ഈ അപ്പതാന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലേ, അതങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനാ. അങ്ങനെ ഞാൻ സ്ലാബിൻ്റെ മേളിൽ നിന്ന് കുടിക്കുകയാണ്. എത്ര കുടിച്ചിട്ടങ്ങ് തൃപ്തി ആവുന്നില്ല കേട്ടോ. ചൂട് അത്രയുണ്ടല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ.